ആദിപരാശക്തിയായ കൊടുങ്ങല്ലൂരമ്മ. അമ്മ എന്നാൽ സത്യമാണ്. അമ്മയെക്കുറിച്ച് പറയാൻ വാക്കുകളില്ല. നമ്മൾ ഏതൊരു ക്ഷേത്രത്തിൽ പോയാലും അവിടെ നമ്മൾ കാലൂത്തിയ ഉടനെ തന്നെ ഒരു തണുത്ത കാറ്റ് വന്ന് നമ്മളെ തലോടി പോകുന്നത് പോലെ തോന്നിയിട്ടുണ്ടോ? ഒരു കുളിർ അനുഭവപ്പെട്ടിട്ടുണ്ടോ? നമ്മളെ അനുഗ്രഹിക്കുന്നതാണത്. കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ ഇതുവരെ പോകാൻ കഴിഞ്ഞിട്ടില്ല. ഒരിക്കലും പോകണം. അമ്മ അനുഗ്രഹിക്കട്ടെ. അമ്മയെ മനസ്സിൽ വിചാരിക്കുമ്പോൾ പോലെ തന്നെ ഒരു ആശ്വാസമാണ്. അമ്മയോട് സങ്കടം പറഞ്ഞ് അമ്മയുടെ നാമം ജപിക്കുമ്പോൾ അതിനുള്ള പരിഹാരം നമുക്ക് കിട്ടാറുണ്ട്. അമ്മയെ വിശ്വസിക്കുന്ന എല്ലാവരും അങ്ങനെ തന്നെയല്ലേ? അമ്മയുടെ അനുഗ്രഹം ലഭിച്ച ആൾക്കാരല്ലേ? സങ്കടങ്ങൾ പറയുമ്പോൾ അതിന് പരിഹാരം തന്നിട്ടില്ലേ? മറ്റുള്ളവർ നമ്മളെ പരിഹസിക്കുമ്പോഴും വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിക്കുമ്പോഴും ആ സമയം നമ്മൾ അവരോട് മറുപടിയൊന്നും പറയാതെ അമ്മയെ മാത്രം മനസ്സിൽ ധ്യാനിക്കുകയും നമ്മുടെ ആ സങ്കടം അമ്മയോട് പറയുകയും ചെയ്താൽ നമ്മുടെ മുന്നിൽ നിന്നും പിന്നീട് ഒരിക്കൽ ആ വ്യക്തിക്ക് ശിക്ഷ കിട്ടിയത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ? അമ്മയുടെ ഭക്തരെ അമ്മ ഒരിക്കലും കൈവിടില്ല. അമ്മ സത്യമാണ്, സാന്ത്വനമാണ്. അമ്മയുടെ കരങ്ങളിൽ നമ്മളെന്നും സുരക്ഷിതരാണ്. പക്ഷേ ഒരിക്കലും നമ്മൾ ഒന്നിനും അഹങ്കരിക്കരുത്. അഹങ്കാരം നമ്മളെ നാശത്തിലേക്ക് വിടും. മറ്റുള്ളവരെ ഒരു വാക്കുകൊണ്ട് പോലും നമ്മൾ വേദനിപ്പിക്കരുത്. അപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ ആരാധിക്കുന്ന ആ ദൈവം ഉണ്ടാകില്ല. ഇനി കൊടുങ്ങല്ലൂർ അമ്മയ്ക്ക് നമ്മൾ 1 രൂപ നാണയം ഒഴിഞ്ഞു വെച്ചപ്പോൾ ഉണ്ടായ ഒരു അനുഭവം പറഞ്ഞു തരാം. എൻ്റെ അമ്മയ്ക്കുണ്ടായ ഒരു അനുഭവമാണിത്. നന്നായി നടന്നിരുന്ന എൻ്റെ അമ്മയ്ക്ക് പെട്ടെന്നൊരു ദിവസം നടക്കാൻ കഴിയാതെ കാലുകൾ തളർന്നതുപോലെയായി. എന്താണെന്നറിയില്ല. ഡോക്ടറെ കാണിച്ചു, ഗുളിക കുടിച്ചു. എന്നാലും വലിയൊരു മാറ്റമൊന്നും ഉണ്ടായില്ല. എൻ്റെ അമ്മ ആകെ വിഷമത്തിലായി. നന്നായി നടന്നിരുന്ന എൻ്റെ അമ്മ പെട്ടെന്ന് തളർന്നു പോയാൽ എന്ത് ചെയ്യുക? നമുക്ക് വേറെ ആരോഗ്യ പ്രശ്നങ്ങൾ വേറെ ഒന്നുമില്ല. പെട്ടെന്ന് എന്താ പറ്റിയതെന്നറിയില്ല. എൻ്റെ അമ്മയ്ക്ക് അന്ന് വല്ലാത്തൊരു സങ്കടമായിരുന്നു. എൻ്റെ അമ്മ കൊടുങ്ങല്ലൂർ അമ്മയെ മനസ്സുരുക്കി പ്രാർത്ഥിച്ചു. പക്ഷെ അന്ന് രാത്രി എൻ്റെ അമ്മയ്ക്ക് സ്വപ്നത്തിൽ ഒരു വയസ്സായിട്ടുള്ള ഒരു അമ്മ വന്നിട്ട് എൻ്റെ അമ്മയോട് പറഞ്ഞു 1 രൂപ നാണയം ഒഴിഞ്ഞു വയ്ക്കാൻ. അപ്പോൾ അങ്ങനെ എൻ്റെ അമ്മ പിറ്റേന്ന് 1 രൂപ നാണയം ഒഴിഞ്ഞു വെച്ചു. 2 ദിവസം കഴിഞ്ഞപ്പോൾ, ഏകദേശം ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് നടക്കാൻ സാധിച്ചു. പിന്നീട് ആ ഒഴിഞ്ഞു വെച്ച 1 രൂപ നാണയം കൊടുങ്ങല്ലൂർ പോകുന്നവരുടെ കയ്യിൽ കൊടുത്തു വിട്ടു നമ്മൾ. ഇപ്പോൾ അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല. അതിനുശേഷം നന്നായി നടന്നിട്ടുണ്ട് എൻ്റെ അമ്മ. അത് നന്നായിട്ട് തന്നെ ആ തളർച്ചയൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു. അമ്മയ്ക്ക് പഴയതുപോലെ തന്നെ നടക്കാൻ സാധിച്ചു. കാരണം നമ്മൾ ഒരു അസുഖം ഇല്ലാതെയല്ലേ പെട്ടെന്ന് തളർന്നു പോയത്. എന്താണെന്ന് പോലും അറിയത്തില്ല. അമ്മയെ വിശ്വസിക്കുന്നവരെ അമ്മ ഒരിക്കലും കൈവിടില്ല, കൂടെ ഉണ്ടാകും. ഈ കൊടുങ്ങല്ലൂർ അമ്മയെ പറ്റിയൊരു പാട്ടില്ലേ? കൊടുങ്ങല്ലൂരമ്മേ കൊടുങ്കാളി അമ്മേ, തേടി വരുന്നു നിൻ തിരുനടയിൽ ഞാനമ്മേ. കൊടുങ്ങല്ലൂരമ്മേ കൊടുങ്കാളി അമ്മേ, തേടി വരുന്നു നിൻ തിരുനടയിൽ ഞാനമ്മേ. ശിവനന്ദിനി അമ്മേ ശുഭകാമിനി അമ്മേ, ശീലക്കുട പോലെ തണലേകൂ എൻ്റമ്മേ. ശിവനന്ദിനി അമ്മേ ശുഭകാമിനി അമ്മേ, ശീലക്കുട പോലെ തണലേകൂ എൻ്റമ്മേ. എനിക്ക് പാടാനൊന്നും അറിയില്ല. എനിക്ക് അമ്മയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഈ 2 വരി ഒന്ന് പാടിപ്പോയതാണ്. അമ്മയുടെ ഭക്തിഗാനം എനിക്കിഷ്ടപ്പെട്ട ഭക്തിഗാനമാണ് ഇത്. ഞാൻ സന്ധ്യാനേരത്ത് എപ്പോഴും വെക്കും. ഇതിൽ പറഞ്ഞതുപോലെ ശീലക്കുട പോലെ അമ്മ എല്ലാവർക്കും തണലേകട്ടെ. അമ്മയുടെ അനുഗ്രഹം എല്ലാവർക്കും ലഭിക്കട്ടെ.